ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇവിടെ അടുത്താണ് മോള് താമസിക്കുന്നത്? അധിക ദൂരമില്ല. ഞാന് അച്ഛനുള്ള മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ. അച്ഛൻ എന്തു പറ്റി മോളെ? അന്ന് കല്യാണത്തിന് അന്ന് കണ്ടതാ. ആ കല്യാണം തന്നെയാ അച്ഛനെ തകർത്ത് കളഞ്ഞത്. അതെ, എനിക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് ലീവ് വേണം. 2 മണിക്കൂർ നേരത്തേക്ക് ലീവോ? ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പോവാനാ മേഡം. ഒരു 2 മണിക്കൂർ മതി. കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം. മാഡത്തിന് എവിടെയെങ്കിലും പോയേണ്ടി വന്നാലോ? ഏയ്, ഇനിയിപ്പോ എന്തായാലും പോവാൻ വഴിയില്ല. ഇനിയിപ്പോ വീട്ടിൽ പോണ സമയത്ത് ഓട്ടണ്ടാവുള്ളൂ. അതെ, എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കരുത്. ഏയ്, ഒന്നുമില്ല. 2 മണിക്കൂർ അത്യാവശ്യമായോണ്ടാ. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെത്താം. എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. മാഡം വിളിക്കുമ്പോ ഇവിടെ ഉണ്ടായാ മതി. ഓ ഓ ഓ, ഉണ്ടാവും ഉണ്ടാവും. സത്യമയോ? ഇതെന്താ ഈ വഴിക്ക്? അത് പിന്നെ ഞങ്ങൾക്ക് ചില ബിസിനസ് ഒക്കെ ഉണ്ട്. ഒരു പലഹാരത്തിൻ്റെത്. ഇവിടേക്ക് അതിന്റെ സപ്ലൈ ഉണ്ട്. അതിനായിട്ട് വന്നതാ. ഇപ്പോ ബേക്കറി പലഹാരങ്ങളാ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുന്നത്. എന്താ മോളെ ആലോചിക്കുന്നേ? ഞാനിപ്പം സത്യാമ്മയുടെ ആ പഴയ പ്രൗഢിയും രൂപവും ഒക്കെ ഒന്ന് മനസ്സിലാലോചിച്ചതാ. ഈ ഒരു രീതിയിലുള്ള കച്ചവടം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് രാജകീയ പദവിയായിരുന്നു സത്യാമ്മയ്ക്ക്. ഞങ്ങളൊക്കെ അസൂയോടെ നോക്കി നിന്നിട്ടുള്ളതാ. ഇന്നിപ്പോ ഇങ്ങനെ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? വിധി എന്നെ ഈ ഒരു വേഷത്തിലെത്തിച്ചു. അങ്ങനെ സമാധാനിക്കുക ശരിയല്ലേ? ജീവിതമല്ലേ മോളെ, പല വേഷങ്ങളും കെട്ടിയാടേണ്ടി വരും. അതിലൊരു വേഷം ഇങ്ങനെ ആയി പോയി അങ്ങ് സമാധാനിക്കാം. അല്ല, ഇവിടെ അടുത്താണ് മോള് താമസിക്കുന്നത്? അധിക ദൂരമില്ല. ഞാന് അച്ഛനുള്ള മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ. അച്ഛൻ എന്തു പറ്റി മോളെ? അന്ന് കല്യാണത്തിന് അന്ന് കണ്ടതാ. ആ കല്യാണം തന്നെയാ അച്ഛനെ തകർത്ത് കളഞ്ഞത്. എങ്ങനെങ്കിലും എന്റെ കല്യാണം നടത്തണമെന്ന് വിചാരിച്ച് ശരീരം നോക്കാതുള്ള ഓട്ടമായിരുന്നല്ലോ. കല്യാണവും നടന്നില്ല, അച്ഛന് നടക്കാൻ പറ്റാതെയായി. പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതം ഹോസ്പിറ്റലിലായിരുന്നു. രോഗം എന്താണെന്ന് അറിയാൻ പാടില്ലാതെയുള്ള ചികിത്സ. ഒരു തളർച്ചയെന്ന് തുടങ്ങിയതാ, ഇപ്പൊ തീരെ കിടപ്പിലായി. പിടിച്ച് പിടിച്ച് എവിടെയെങ്കിലും വന്നിരിക്കും. ഇപ്പൊ അതും ഇല്ല. ആ, ഇവിടം വരെ വന്നതല്ലേ, എന്തായാലും വീട്ടിൽ കയറിയിട്ട് പോം. സത്യാമ്മയെ കാണുമ്പോ അച്ഛനും ഒരു സന്തോഷാവും. എങ്ങനെയാ പൊനി, നമുക്കൊന്ന് കയറിയിട്ട് പോവാം. ഇനി നമുക്ക് 3-4 കടകളേ ഉള്ളൂ. എന്നാ പിന്നെ ആ കടകളും കൂടി കഴിഞ്ഞിട്ട് പോകാം. ഇവിടം വരെ വന്നതല്ലേ. അല്ല, മോളോട് ചോദിച്ചില്ല, പിന്നെ വിവാഹാലോചനയൊന്നും വന്നില്ലേ? ഇനിയിപ്പോ അച്ഛന്റെ അസുഖം മാറിയിട്ടേ വിവാഹകാരിയൊക്കെ നോക്കുന്നുള്ളൂ. ചുമ്മാ തോടി കയറി വരുന്നവനെ ഒന്നും കെട്ടുന്നില്ല. കാശ് നോക്കാതെ കല്യാണം കഴിക്കാൻ കെൽപ്പുള്ളവൻ വരട്ടെ, അത് മതി. ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അതുവരെ വീട്ടിൽ നിൽക്കാം, സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. അതും ശരിയാ. മനസ്സിനിണങ്ങുന്ന ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടാ. ചുറ്റും നടക്കുന്നൊക്കെ കാണുമ്പോ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ആദ്യ കൊല്ലാൻ വരെ മടിക്കാത്ത സ്വഭാവം ഉള്ളിൽ വെച്ചോണ്ടല്ലേ ഓരോരുത്തന്മാര് കല്യാണ പന്തലിലേക്ക് വരുന്നത്. ഇവന്മാരെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? കലികാലോ, പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാ നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നു പറഞ്ഞത്. എല്ലാവരും യോഗ മോളെ. പൊന്നി വാ, ആ 2 കടയിലും കൂടെ കയറിയിട്ട് മോളുടെ വീട്ടിലോട്ട് പോകാം.
വാ മോളെ വാ പോവാ. വരൂ സത്യാമ്മേ. ഇതിന്റെ പുറകിലാ വീട്. ഇത് ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുവാണ്. ഇന്നൊരു കൂട്ടര് കാണാൻ വരുമെന്നാ പറഞ്ഞേക്കുന്നേ. ഉം. അല്ല ഇതാരാ? സത്യമയോ? സത്യാമ്മയെ വഴിവെച്ച് കണ്ടതാമ്മേ. ആ അച്ഛന്റെ അസുഖ വിവരം അറിഞ്ഞപ്പോ സത്യാമ്മയ്ക്ക് അച്ഛനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞേ. ആ അന്നത്തെ കല്യാണത്തിന്റെ തിരക്കിനും ബഹളത്തിനും ശേഷം ഒന്ന് വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് ജയശ്രീയുടെ അച്ഛനും പറഞ്ഞതാ. പിന്നെ ഒന്നും നടന്നില്ല. പിന്നീട് കല്യാണം ഒന്നും നോക്കിയില്ലേ? ഇനിയിപ്പോ കാശും പണമൊന്നും ഒപ്പിച്ചു വെച്ചിട്ട് നടത്തേണ്ട കാര്യമില്ലല്ലോ. നമുക്കെല്ലാവർക്കും കൂടി ഇത് ഭംഗിയായിട്ടങ്ങ് നടത്താം. എല്ലാം ആലോചിച്ച് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മതി സത്യാമ്മേ. എന്നെ അറിയാവുന്ന ഞങ്ങളുടെ കുടുംബമായിട്ട് ഒത്തുപോകുന്ന ഒരാള് എന്തായാലും ഇത്രയും വൈകിയില്ലേ. ഇനി കിട്ടുന്നെങ്കി അങ്ങനെ ഒരാളെ കിട്ടു. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യോ. മോളെ, അന്ന് നീ എടുത്ത തീരുമാനമേ എന്തുകൊണ്ട് അഭിമാനം അർഹിക്കുന്നത് തന്നെയാ. ഇന്നിപ്പോ പത്രം എടുത്താലും TV ന്യൂസ് വെച്ചാലും എല്ലാം കേൾക്കുന്നത് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ മരണപ്പെടുന്ന പെൺകുട്ടികളുടെ വാർത്തകളാ. പെൺകുട്ടികളെ കെട്ടിച്ചുവിടാൻ എന്തും കൊടുക്കാം. അവരുടെ ജീവനും കൂടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വന്നാ നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യും? അതിനെതിരെ മോളെടുത്ത തീരുമാനം ഇക്കാലത്ത് ജീവിക്കുന്ന പെൺകുട്ടികൾ മാതൃകയാക്കേണ്ട കാര്യമാ. സത്യാമ്മ കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ മോളെ, ചായയൊന്നും വേണ്ട. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. മോളെ നീ ചെന്ന് കുറച്ച് തണുത്ത വെള്ളം കലക്ക്. ആ. അതാവുമ്പോ ഉള്ളൊന്ന് തണുക്കും. വരൂ സത്യാമ്മേ. അകത്തേക്കിരിക്കാം. അച്ഛനെ കാണണ്ടേ? വാ. വാ. വരൂ. വീണുപോയി സത്യാമേ. കുറെ ഓടിയതല്ലേ. ഈശ്വരന് തോന്നിക്കാണും ഇനി ഇവൻ ഓടണ്ട, കുറച്ചു നാൾ എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആക്കി കിടത്തുവോ? ഒരു നടുവേദനയെ തുടങ്ങിയതാ. ഹോസ്പിറ്റലുകാർ നട്ടല് തുളച്ച് വെള്ളം വരെ എടുത്തു. എന്തൊക്കെയോ രോഗങ്ങളുടെ പേരും പറഞ്ഞു. ബാത്റൂമിൽ വരെ പിടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാ. ഒരുപാട് കാശായി. ഓരോ കാര്യം പറഞ്ഞ് ഓരോ ടെസ്റ്റാ ചെയ്തത്. എല്ലാത്തിനും പ്രത്യേകം ബില്ലും തന്നു. അതെല്ലാം കൂടി ഒരു ബാഗിൽ നിറച്ചു വെച്ചത് എന്നെ മിച്ചം.